ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ഇവിടെ അടുത്ത് അമ്പലമുക്കിൽ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അങ്ങനെ അവിടം വരെ ഒന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ രാവിലെ ഇറങ്ങി. പോകുന്ന വഴിക്ക് നമ്മളൊരു ആനയൊക്കെ കണ്ടു കേട്ടോ. ആദ്യം കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഒരു ആനയെ അടുത്ത് കാണുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അകത്ത് കയറി. നമ്മളവിടുന്ന് തുളസിമാലയും താമരയൊക്കെ വാങ്ങിച്ചു. പക്ഷെ കയറേണ്ട താമസം അവിടെ ശീവേലിയായിരുന്നു. അങ്ങനെ നമ്മൾ നടയടച്ച് പുറത്തോട്ടിറങ്ങി. അങ്ങനെ ശീവേലിയോടൊപ്പം 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് അകത്തോട്ട് കയറി. അകത്ത് അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. നല്ല കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു അകത്ത്. ചന്ദന എപ്പോഴും മോതിര വിരലുകൊണ്ട് തൊടണം, ചൂണ്ടാകി വിരലുകൊണ്ട് തൊടണം. ഇപ്പോൾ അങ്ങനെ അവിടെയുള്ള ഗണപതി കോവിലും തൊഴുത് അവിടെയുള്ള ആൽമരമൊക്കെ ചുറ്റി അങ്ങനെ നേരെ നമ്മൾ പായസം കുടിക്കാൻ പോയി. പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു. സാധാരണ ഞാൻ ഒരു ഗ്ലാസ്, അതിലപ്പുറം എനിക്ക് എവിടെ നിന്നായാലും പായസം പോവില്ല. പക്ഷേ ഇത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് എനിക്ക് മതിയായില്ല. പക്ഷേ പിന്നീട് വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാൽപ്പായസത്തിന്. അങ്ങനെ പാൽപ്പായസമൊക്കെ കുടിച്ചു. കുറച്ച് നേരം അമ്പലത്തിലൊക്കെ ഇരുന്നു. അമ്പലത്തിലെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നല്ലൊരു ശാന്തതയായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കൂടെ വന്നാൾക്ക് ഭയങ്കര തിരക്കായിരുന്നു. ആൾ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി ഒരു 2 സെക്കൻഡ് അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു. എന്താ 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 തുമ്മലം ചീറ്റലല്ലോ എന്തുവാ? അവിടെ പോയിരുന്നു ചെല്ലേ. ഇവിടെ ഇരുന്നു. ഓക്കെ മതി. എന്തെന്നാ ഇങ്ങനെ വിസിൽ വിഴുങ്ങിയ പോലെ ഇങ്ങനെ നീ നാക്കുന്നു? എന്തിനാണ് എന്തോന്ന്? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഫുൾ വെജിറ്റേറിയൻ ആക്കാമെന്ന് കരുതിയേ. അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ സാമ്പാറും പച്ചടിയും തോരനും പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി. കാരണം എനിക്ക് വലിയ സദ്യ ഉണ്ടാക്കാനൊന്നും അറിഞ്ഞുകൂടാ. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടൂ. അങ്ങനെ നമ്മൾ ഇലയിട്ട് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ